Diversity definition is the difference, visible difference shown by different groups of social institutions. What are the different groups of social institutions? Of social institution in faith, philosophy, culture, education status, economic status, social status, etc. Diversity is the visible difference shown by difference, different groups of social institutions, faith, philosophy, culture, education status, economic status, and social status. And social status. What are the different social institutions? And the social institutions are an example can school and the social family, the social institution. Any formal institution. Social skill നൽകുന്ന any institution നമുക്ക് social പറയാം. സാമൂഹ്യ സ്ഥാപനം ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ചെറിയൊരു സെന്റൻസിൽ ചിലപ്പം വാട്ട് ഈസ് ഡൈവേഴ്സിറ്റി ചോദിക്കാം. വാട്ട് ഈസ് സെന്റൻസ് എഴുതിയാൽ ഒരു മാർക്കിനാണോ 2 മാർക്കിനാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് ഓർമ്മയില്ല. ഒരു മാർക്കിനാണെങ്കിൽ ഒരു സെന്റൻസ്, 2 മാർക്കിനാണെങ്കിൽ 2 സെന്റൻസ്. അതർ ടേംസ് പ്ലൂരാലിറ്റി എന്ന് പറയാറുണ്ട്, മൾട്ടി കൾച്ചറലിസം എന്ന് പറയാറുണ്ട്, സോഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയാറുണ്ട്. ഇന്റർചേഞ്ചബിളി യൂസ് ടു എക്സ്പ്ലെയിൻ ദിസ് ഫ്യൂച്ചർ. ഡൈവേഴ്സിറ്റിയെ കുറിച്ച് തന്നെ പ്ലൂരാലിറ്റി എന്ന് പറയുന്നത് ബഹുത്വം എന്നർത്ഥത്തിൽ, വൈവിധ്യം എന്ന് പറയാം, ബഹുസ്വരത എന്ന് പറയാറുണ്ട്, ദുസ്വരത എന്ന് പറയാറുണ്ട്, മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്, സോഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന സിനോണിംസ് ആണെന്ന് പറയുന്നത്. ഈ സമൂഹത്തിലുള്ള ഒരു വേറെ ടേംസ് ഉണ്ടോ പറയാം? ഡൈവേഴ്സിറ്റിയെ സിനോണിംസ് എടുത്ത് ചോദിക്കാറില്ല. ഡൈവേഴ്സിറ്റി എടുത്ത് അതുപോലെ ഇതിന്റെ ആരോട് ചോദിച്ചാൽ മതി. നമ്മളെല്ലാം ഫസ്റ്റ് ആരോട് ചോദിക്കാം? ചാറ്റിജിപിറ്റി എടുക്കാനുള്ള വഴിയോട് നമ്മൾ ആദ്യം നെറ്റിനോട് ചോദിക്കാം. അതവിടെ തന്നെ വാട്സാപ്പിൽ എല്ലാം അതിനകത്തുണ്ട്. ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഫ്രീ വെബിനാറൊക്കെ ഉണ്ടാവും. ഹൗ ടു പ്രിപ്പയർ ലെസൺ പ്ലാൻ യൂസ് ചാറ്റിജിപിറ്റി. നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണല്ലേ. പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാൻ നമുക്ക് ശരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനം അവർ തരും. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ അറിയണമെന്നേ ലെസൺ പ്ലാൻ ടോപ്പിക്കും അതിന്റെ കണ്ടന്റും അല്ലെങ്കിൽ എങ്ങനെ വരണം അതിന്റെ സ്റ്റെപ്സും ഒക്കെ അയച്ചു കൊടുത്താൽ അവർ അതിനനുസരിച്ച്, അല്ലെങ്കിൽ അവർ ഇന്റർനാഷണലി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ എല്ലാ സാധനവും അതിന് നന്നായിട്ട് ഉപയോഗിക്കുക. നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് വരും. അതാണ് നമ്മുടെ യൂണിറ്റിന്റെ ടൈപ്പ്. സോഷ്യൽ ഡൈവേഴ്സിറ്റി സെയിം തന്നെ ആ പറഞ്ഞ ടൈപ്പ് വൈവിധ്യം എന്നുള്ളത് നമ്മൾ ഒന്നുകിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി ആയിട്ട് പറയാം, അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആയിട്ട് പറയും. We mean the coexistence of different social groups within a given geopolitical setting. Or in simple terms, the differentiation of society into societyയുടെ വ്യത്യസ്തത. Coexistence of different social groups within a given geopolitical setting. Or in a simple terms, the differentiation of society into groups. That is called known as social diversity. സാമൂഹിക വൈവിധ്യം. നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം. കൂട്ടത്തിൽ പറഞ്ഞു നേടും. മലയാളത്തിലും ഇംഗ്ലീഷിലും പോലെ എഴുതാം.
ലാംഗ്വേജ് സ്റ്റേറ്റസിന് മാത്രമാണ് ചെയ്തത്. അതും എഴുതിയ കുട്ടികളുണ്ട്. ലാംഗ്വേജ് സ്റ്റേറ്റസിനാണ് മലയാളത്തിൽ എഴുതാൻ പാടില്ല ഞാൻ ധരിച്ചിട്ടുള്ളത്. അതും മലയാളത്തിലെ കുട്ടികളെ പേപ്പർ വാല്യൂ ചെയ്തിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ പുസ്തകങ്ങൾ ചിലപ്പോൾ ഹാക്കിംസ് ഡോക്ടർ ഹാക്കിംസ് ഉണ്ട്. ഒരു പുസ്തകം ഇതിനെക്കുറിച്ച് എഴുതിയെന്നൊന്നും അറിയില്ല. സെക്കൻഡ് സെമ്മിലുള്ള ഫിലോസഫിന്റെ പുസ്തകം ഉപരി ഇംഗ്ലീഷിലെഴുതി മൂപ്പരനെ തന്നെ മലയാളമാക്കി. മലയാളത്തിൽ എഴുതുന്നവരെന്നെ മലയാളം വാങ്ങിയിരുന്നുണ്ട്. സെക്കൻഡ് സെമ്മിൽ ഫസ്റ്റ് സെമ്മിൽ മിക്കവാറും അവർ ഒപ്പിച്ചിട്ടുണ്ടാവും മലയാളം. അവരോട് ചോദിച്ചത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. Cultural diversity. Cultural diversity refers to the presence of a variety of different cultures within a society or group. വളരെ സിമിലറാണ് ഈ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി സിമിലർ സാധനങ്ങളാണ്. Presence of a variety of different cultures within a society. നിങ്ങളുടെ യുവർ മാർക്കറ്റിന്റെ കയ്യിലുണ്ട് മുരളൻ. ഓക്കെ, ഈ ലെക്ചർ നോട്ട് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കുകയാണ്. നിങ്ങളൊരു നോട്ട് ലെക്ചർ നോട്ട് ആവുന്നില്ല, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു നോട്ട് ഉണ്ടാവും. അത് ഓരോരുത്തരും ഇഷ്ടംപോലെ ഉണ്ടാക്കാം അല്ലെ? ആ നോട്ടിന് ഒരു മാർക്ക് കൊടുത്താലും ഭയങ്കരമായിട്ട് വേണമെന്നില്ല. ചില കുട്ടികൾക്ക് ഡിഫറൻസ് എല്ലാവർക്കും എഴുതേണ്ടി വരും. ചിലർക്ക് ഹിറ്റ്സ് മാത്രം എഴുതിയാൽ മതിയാവും, ചിലർക്ക് തീരെ എഴുതുന്ന സ്വഭാവം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ എഴുതുന്ന നല്ലതായിരിക്കില്ല അഭിപ്രായം. അതിന് നമ്മൾ വെറുതെ നോക്കുക വേണോ? രണ്ടാമത്തെ തോന്നില്ല, എടുത്ത് ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ടാകും. ഓക്കെ, നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി. Cultural diversity refers to the presence of variety of different cultures within a society. ഞാൻ പറയുന്ന എല്ലാം എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, എല്ലാം എഴുതണമെന്നല്ല. സ്വന്തമായിട്ട് കോൺസെൻട്രേഷനുള്ള കൾച്ചർ നല്ലതാണ്. Monoculturalism. Monoculturalism is the policy or practice of supporting a single culture within a society. ഇതുവരെ ചോദിച്ചിട്ട് കണ്ടതില്ല, പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. Monoculturalism is the policy or practice of supporting a single culture within a society, often to the exclusion of other cultures. ഏക സംസ്കാര സ്വഭാവം, monoculturalism, monogamy. The policy or practice of supporting a single culture within a society, and to the exclusion of others. പല റീസൺ ഉണ്ടാവുന്നത് അല്ലെ, പല റീസൺ കൊണ്ട് മോണോകൾച്ചറിസം. നാട് രാജ്യങ്ങളുണ്ടോ മോണോകൾച്ചറിസം? അതിന്റെ പേരിൽ അറിയപ്പെട്ടു ആഫ്രിക്കൻ രാജ്യങ്ങളോ ഏകദേശം ഗ്ലോബലൈസേഷൻ ശേഷം ഏകദേശം ഒക്കെ അല്ലെ റെഡിയായി എന്നാ തോന്നുന്നല്ലേ എല്ലാം. അഗ്രികൾച്ചർ പിന്നെ സൗദി അറേബ്യയിലൊക്കെ കുറച്ചൊക്കെ കുറെ കാലം മോണോകൾച്ചറിസ്റ്റ് പിടിച്ചിട്ടാണ് നോക്കിയിരുന്നത്. ഇങ്ങോട്ട് മുടിവരോടുകൂടി ചെറുപ്പം സെറ്റ് ആവും അല്ലെ. സൗദി അറേബ്യയിലാണ് നല്ല എന്തായാലും ഒരു മൾട്ടി കൾച്ചറിലേക്ക് പോകേണ്ടി വരും. നല്ല ഗെയിമോട് നടക്കും അല്ലെ. ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയും അതല്ലേ, ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ല അവിടെ നടക്കുന്നത്. വേറെ ഏത് രാജ്യങ്ങളറിയോ കൾച്ചറിസ്റ്റ്? ഇന്നത്തെ കാലത്ത് ഒരു രാജ്യം മോണോകൾച്ചറിൽ നമ്മളെന്താ മനസ്സിലാക്കി ആ രാജ്യം രാജ്യത്ത് കുറെ വികസനങ്ങൾ നമ്മളങ്ങനെ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സ്ഥലമാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സംഭവമാണ് അല്ലെ. ഈ കാലത്തും മോണോകൾച്ചറിസത്തിൽ ഒരു രാജ്യത്തിന് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് അർത്ഥത്തിൽ. പക്ഷെ ആൾക്ക് മൾട്ടി കൾച്ചറലിസം നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണോ കൾച്ചറലിസം? നേരെ ഓപ്പോസിറ്റ് ബഹുസംസ്കാരം. ഇതില് വളരെ പണ്ടേ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് മൾട്ടികൾച്ചറലിസത്തില്. ഇപ്പൊ ലോകം മൊത്തം ഈ ഒരു സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം. Multiculturalism is the presence and acceptance of multiple distinct culture or ethnic groups within a society. Multiple എന്നുള്ള വേർഡാണ് ഇതിൽ പ്രധാനം. Multiple culture, multiple cultural groups, multiple cultural groups, multiple cultural groups. It is defined as allowing many individual cultures to exist within one country. It is the idea that many different types of cultures can exist within one nation. It just ഒരു നാഷണലിന്റെ അകത്ത് തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് ഉണ്ടാവാം. Many different types of cultures. Okay. ഡൈവേഴ്സിറ്റി ഇത് വെറുതെ ഒരു സാധനം കൊടുത്തതാണ്. പിന്നെ എപ്പോഴാണ് ഡൈവേഴ്സിറ്റി സംഭവിക്കാറുള്ളത്? ഡൈവേഴ്സിറ്റി എപ്പോഴാണ് സംഭവിക്കാറുള്ളത്? എപ്പോഴാണ് ഡൈവേഴ്സിറ്റി ഉണ്ടാവുക? എപ്പോഴാണ് ഡൈവേഴ്സിറ്റി എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ശരിക്കും ഞാൻ കഴിഞ്ഞ റിസർവേഷനൊക്കെ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ കൂടിയാണല്ലേ കൊണ്ടുവന്നത്? ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അതിന് സ്പോർട്സിന്റെ ഒന്നും കോട്ടയില്ല. എന്തിനാ കൊടുക്കുന്നത്? ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് വേണം. ഇൻക്ലൂസീവ് നിങ്ങൾക്ക് ഫോർത്ത് സെമ്മിൽ ഒരു സബ്ജക്ട് തന്നെ പഠിക്കാനുണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമ്മള് കുറച്ച് മുമ്പൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഭയങ്കര നേരെ തിരിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് കൂടുതൽ ഒരു ക്ലാസ് തന്നെ അവർ പഠിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഡൈവേഴ്സിറ്റി എപ്പോഴാണ് ഡിഫറൻസ് കാണുമ്പോഴാണ് നമ്മളെ പിന്നെ എന്ത് ചെയ്യാം, അവിടെ ഡൈവേഴ്സിറ്റി സംഭവിക്കുകയും ചെയ്യാം. കൂടുതൽ നമുക്ക് പിന്നെ എന്താ പറയാ ജീവിത കാഴ്ചപ്പാടുണ്ടാവില്ല. ഡൈവേഴ്സിറ്റി ഇപ്പൊ ഡിഫറൻസ് കാണുമ്പോൾ സംഭവിക്കുമ്പോഴാണ് ഡൈവേഴ്സിറ്റി ഉണ്ടാവുക. ഡിഫറൻസിനെ നമ്മൾ ഡൈവേഴ്സിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഡിഫറൻസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഡിഫറൻസിനെ പ്രൊമോട്ട് ചെയ്യും. Then levels of diversity. First one, regional diversity. Regional diversity. And types of diversity എന്ന് പറയുന്നത് levels of types. Example ചോദിച്ചാൽ തന്നെയാണ് എഴുതേണ്ടത്. Regional diversity or types of diversity. Regional levels of or types. Levels or types. First one, regional. Regional ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സോഷ്യൽ സയൻസ് അറിയാൻ സാധിക്കുന്നത് അവിടെ കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ റീജിയൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇസ് എ വാസ്റ്റ് കൺട്രി, geographical unity, diversity, the distinction of regions based on geology, climate, etc. It refers to the distinction of regions based on geology, climate, etc. പ്രാദേശിക വൈവിധ്യം, പ്രാദേശിക വൈവിധ്യം എന്ന് വേണം പറയാം. റീജിയൻ
ബേസ് ചെയ്തിട്ട് 5 നാച്ചുറൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റുകളിൽ കണ്ട സാധനമാണ് മധ്യദേശ. ഇത് ഈ സാധനങ്ങൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ജോഗ്രഫിയൊക്കെ പഠിച്ചാൽ പോയ രീതിയിൽ ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ജോഗ്രഫി റീജിയണൽ ഡൈവേഴ്സിറ്റി അവരുടേതായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സാധാരണ നമ്മള് എന്താ പറയാ പീഠഭൂമി സമതലം അങ്ങനെ എന്തൊക്കെയോ പഠിച്ച് ഹൈസ്കൂളിൽ പഠിച്ചപ്പോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നല്ലേ. ആ രീതിയിലൊക്കെ ഈ സാധനം ഈ പ്രവർത്തി കൊണ്ടുപോകാം. റീജിയണൽ ഡൈവേഴ്സിറ്റി എന്നുള്ള സാധനം. മധ്യദേശ, ഉത്തരപ്രദ, പ്രതിച്ഛായ, ദക്ഷിണപഥ, ഇന്ത്യയുടെ നാച്ചുറൽ ഡിവിഷൻസ് ആയിട്ട് പറയുന്ന സാധനം. സാൻസ്ക്രിറ്റ് സൊമറ്റോ ഞാൻ പറഞ്ഞു ചെയ്യേണ്ടത്. ജിയോളജി ഓർ ക്ലൈമറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഓഫ് റീജിയൻസ് പ്രാദേശികമായിട്ടുള്ള അസ്തിത്വത്തിനാണ് ഈ അതിന്റെ ഇന്ത്യയിലുള്ള നമ്മൾ ഇന്ത്യയെ നോക്കുമ്പോൾ ഒരുപാട് അത്തരം വ്യത്യാസങ്ങൾ കാണാം. അതിനെയാണ് റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റീജിയണൽ ഡൈവേഴ്സിറ്റി. ഇതിന്റെ വേറൊരു പേരാണ് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി. ഉണ്ടോ? ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഇതിന്റെ വേറൊരു പേരാണ്. ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി എന്നത് geographical diversity takes into account of people from different regions, countries, or urban, each contributing unique perspectives and cultural practice. Geographical regional diversity എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ നാടിനും അതിൻ്റെതായ സവിശേഷതയുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിക്കാണ് എന്ത് ചെയ്യുക റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. പ്രാദേശികവാദം നമ്മുടെ സദേൺ ഇന്ത്യ, നോർത്തേൺ ഇന്ത്യ സാധനങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവം. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. Then religious diversity. Next one, religious diversity. Religious diversity. Indian society is multi-religious. Majority of Hindus are Hindus, then Muslims, Christians, Sikhs, Buddhists, Jains. There are many major 6 religions in India. A small number of tribal people also exist. ഇതിൽ പ്രധാനമായിട്ടും ഇതില് സിഖ്, ഇതൊക്കെ ഇവിടെ തന്നെ അല്ലെ ഉണ്ടായത് കൂടിയാണ് അല്ലെ. ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ തന്നെയാണ് അതിന്റെ ഒറിജിനും കൂടി. ദെൻ മുസ്ലിംസ്, ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനി രണ്ടും, ക്രിസ്ത്യാനിസം രണ്ടും ശരിക്കും എന്താ പറയുക സെമിറ്റിക് ട്രഡീഷണലാണ്.
A small number of tribal are so existing. വേറെ ഏതെങ്കിലും റിലീജിയൻ ഉണ്ടോ ഇന്ത്യയിൽ അറിയുന്ന കൊടുത്തതല്ലാതെ ഹിന്ദുസ് ഇസ്ലാം ക്രിസ്ത്യൻസ് ബുദ്ധിസ്റ്റ് പിന്നെയുണ്ടോ റിലീജിയൻ ഓക്കെ റിലീജിയസ് ഡൈവേഴ്സിറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ മതപരമായ വൈവിധ്യം എല്ലാ മതങ്ങളും വ്യത്യസ്ത മതങ്ങളും ജീവിക്കുന്ന ഒരു ഇടമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ വൈവിധ്യത്തിനാണ് ഡൈവേഴ്സിറ്റി religious diversity which refers to the existence of individuals practicing different religions or practicing different religions or belief systems such as Christianity, Islam, Hinduism, Buddhism, Judaism, Sikhism, and many others. India is a multi-religious society. India multi-religious society. India is a multi-religious society. Changes have taken place in religions from time to time. These reform movements have been integral parts of India's socio-cultural life. ഒരേ സമയം വ്യത്യസ്ത റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ആ ഒരു വ്യത്യസ്തതയാണ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് പ്രാക്ടീസിങ് ഡിഫറെന്റ് റിലീജിയൻസ് ഓർ ബിലീഫ്സ് such as Hinduism, Christianity, Islam, Buddhism, Sikhism, Jews നേരത്തെ ജ്യൂസ് പറഞ്ഞില്ല അതിൽ ജ്യൂസ് പറഞ്ഞിട്ടില്ല ജ്യൂസും ചെറിയ പെർസെൻറ്റേജ് ഉണ്ടല്ലേ എവിടെയുള്ളത് ജ്യൂസ് എവിടെയാണ് ജ്യൂസ് ഉള്ളത് ജ്യൂസ് എവിടെയാണ് ഇന്ത്യയിലുള്ളത് ആരൊക്കെ പറയുന്നുണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ കൊച്ചിയിൽ എവിടെ ആ ഓ അവിടെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ പോയിട്ടുണ്ട് സിനഗോഗ് കണ്ടിട്ടുണ്ട് താഞ്ചേരിയിലല്ലേ അവിടെ അവിടുത്തെ ആ ഡ്രസ്സൊക്കെ അല്ല അതെല്ലാം കണ്ടിട്ടുണ്ടാവില്ല അതിന്റെ അവരുടെ സിനഗോഗിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഫോണ് അങ്ങനെല്ലാം ഒരു എനിക്കൊന്ന് ഫോൺ വരെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ അവിടെ PSC പൊട്ടിപ്പിച്ചതാണ് അപ്പോ പിന്നെ ഒരു ആ ഒരു പ്രദേശം മാത്രമേ ഡിഫറെന്റ് കൾച്ചറിലാണ് ബാക്കി അവരുടെ കുറേ പേര് വളരെ കുറഞ്ഞ നമ്പേഴ്സ് ഉള്ളത് കേട്ടോ വിരലിൽ എണ്ണാവുന്ന അത്രയോ മറ്റോ കാരണം അവര് എല്ലാവരും ഇങ്ങോട്ടേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് പോയി തിരിച്ചൊരു യാത്ര പോയില്ലേ ഇസ്രയേലിലേക്ക് പോയിട്ടുണ്ട് എല്ലാവരും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന തിരിച്ച് ഇസ്രയേലിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ പക്ഷെ അവര് സ്റ്റിൽ ഇന്ത്യയിലുണ്ട് ഇപ്പൊ കേരളം തന്നെയാണ് then okay India is a multi-religious society changes have taken okay religious diversity then caste diversity caste related diversity no caste diversity നിങ്ങളെ ഉണ്ടോ സിലബസിൽ കുറച്ച് അഞ്ചെണ്ണം മറ്റോ ഉണ്ടോ സിലബസിൽ പക്ഷേ ക്വസ്റ്റ്യനുകൾക്ക് സിലബസിൽ പ്രശ്നമായിരിക്കില്ലായിരുന്നു caste related diversity how many castes mainly there are how many castes mainly are എത്രയോ ഓക്കെ അല്ല there are main caste എത്രയാണ് ആ ഒരു നിങ്ങൾ അതല്ല അങ്ങനെ കുറേ ന്യൂസിലേക്ക് പോയാലൊക്കെ ഓക്കെ പക്ഷെ നമ്മുടെ എന്താ പറയുക വേദങ്ങളൊക്കെ പറഞ്ഞ പ്രധാന ആ എത്രയാണ് 4 അല്ലെ ബ്രാഹ്മിൻസ് വൈറ്റ് ശൂദ്ര ബ്രാഹ്മിൻ ക്ഷത്രിയസ് വൈറ്റ് ശൂദ്ര അതാണ് അതിന്റെ ഓർഡർ അല്ലേ is known as the land of castes and tribes caste or jati അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേറെ വേർഡ് refers to a hereditary endogamous status practicing a specific traditional occupation
ഓക്യുപ്പേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ. ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് പ്രീസ്റ്റിന്റെ അല്ലെ, ക്ഷത്രിയാസ് സോൾജേഴ്സ് സംതിങ്, ദെൻ വൈശ്യർ ബിസിനസ്, ശൂദ്ര കർഷക അഗ്രികൾച്ചർ അല്ലെങ്കിൽ സെർവൻസ്. മോർ ദാൻ 3000 ജാസ്, അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ആൻസർ പറയുന്നത് അല്ലെ, 3000 ജാതീസ് ഇൻ ഇന്ത്യ. 1000-ലധികം ജാതികൾ ഇന്ത്യയിലുണ്ട്. പലർക്കും നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാൻ 2 വർഷം മുമ്പ് DLED ആപ്ലിക്കേഷന് കണ്ണൂർ PDO ഓഫീസിൽ പോയി. എന്റെ വേറെ റിലേറ്റീവിന്റെ ഒന്നിച്ച് പോകാം. അപ്പൊ അവിടെ OBC എന്ന് കണ്ടിട്ട് കുറെ പാരന്റ്സ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ OBC എന്ന് പറയുള്ളൂ, അതിലൊക്കെ നമ്മൾ പെട്ടതാണ്. പക്ഷെ DLED ശരിക്കും OBC എന്ന് പറയുന്നത് PSC ഫോളോ ചെയ്യുന്ന ഒരു OBC എന്ന് പറയുന്ന അതില് അത് വേറെ തന്നെ സെക്ഷൻ. OBC വേറെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് OBC ഉണ്ട്. അതന്നെ OBCനെ അതിനും ടൈപ്സ് ഉണ്ട് അല്ലെ. അതേസമയം മുസ്ലിംസ്, ഈഴവ, പിന്നെ തീയതൊന്നും OBC അല്ല, വേറെ തന്നെയാണ്. അപ്പോ ഒരു PSC എഴുതിയിട്ട് റാങ്കിങ്സിൽ വന്ന് ഇതൊക്കെ കുറേയൊക്കെ മനസ്സിലാവും അല്ലെ. പിന്നെ PSC എക്സാം നമ്മുടെ നല്ല ജാതിവാദിയാകും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതുവരെ ചിന്തിക്കാത്തവരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആ ബേസ് ചിന്തിപ്പിക്കാൻ ഒരു PSC എക്സാം റാങ്ക് ലിസ്റ്റ് നിങ്ങളെ സഹായിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുമായിരിക്കും അല്ലെ, റിസർവേഷനൊക്കെ ഒറ്റ റിസർവേഷൻ മാത്രം, ഇത് എക്കണോമിക് ബേസ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ സാധിക്കോ? ആർക്കും തൊടാൻ ധൈര്യമില്ലാത്തൊരു സാധനമാണ് അല്ലെ, ആർക്കും തൊടാൻ. എയ്ഡഡ് സംവിധാനം പോലെയാണ്. എയ്ഡഡ് സംവിധാനത്തിൽ ആർക്കും തൊടാൻ ധൈര്യമുണ്ടോ? വർണ്ണ ഹെയറാർക്കി കൺസിസ്റ്റിംഗ് ഓഫ് ബ്രാഹ്മൺ, ഇതിന് പറയാം വർണ്ണ ഹെയറാർക്കി അല്ലെ, വർണ്ണ സമ്പ്രദായം കൺസിസ്റ്റിംഗ് ഓഫ് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഇതാണ് 4 ടൈപ്സ് വർണ്ണ സമ്പ്രദായം, വർണ്ണാശ്രമ സിസ്റ്റം, കാസ്റ്റ് ഡൈവേഴ്സിറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭയങ്കര സംഭവം. പുലിയപ്പാട്ടായിരുന്നു വായിച്ചിട്ടുണ്ട്, ഒരുപാട് കഥയും നോവലും ഫിലിംസും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ, വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്താരെ കാസ്റ്റ് കൂടുതൽ പറഞ്ഞത് വേടനല്ലേ. അപ്പോ പുലിയപ്പാട്ട് അല്ലെ, പുലിയപ്പാട്ട് വായിച്ചിട്ടുണ്ടാവും, അതുപോലെ പാട്ട് വായിച്ചിട്ടുണ്ടാവും. ശരിക്കും തലയുയർത്തി നടക്കാൻ അവകാശമില്ല അല്ലെ. പേര് ഇടുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഗൗതം എന്നുള്ള പേര് നീ അനുചാരണം പാടില്ല, അങ്ങനെ പിന്നെ അക്ഷരം പഠിക്കാൻ അവകാശമില്ല. പിന്നെ വായിച്ചാൽ കുട്ടിയൊക്കെ എന്തിനാ കുട്ടീനെ അറിയാമല്ലേ. കുട്ടി എന്താ ചെയ്തത്? 6 ചെറിഞ്ഞു കൊടുത്തു അല്ലെ, 6 ചെറിഞ്ഞു കൊടുത്തു. രസമായിട്ട് തൊടാനൊന്നും പാടില്ല, പക്ഷെ രാത്രിക്ക് കൈത്തം പോകും അല്ലെ. ലിങ്ക് കാസ്റ്റ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയുന്ന കാര്യമല്ലേ. സെന്റൻസ് എഴുതാൻ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ എത്ര ഭാഷ ഉണ്ട്? അത് ഇതേപോലെ തന്നെ അല്ലെ. ഒഫീഷ്യൽ ലാംഗ്വേജ് എത്രയാണ്? 20, 18, 22. 22. നമ്മുടെ കറൻസിയിൽ എത്ര ലാംഗ്വേജ് ഉണ്ടെന്നല്ലേ? കറൻസിയിൽ എത്ര എല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് റീസൺ എനിക്കറിയില്ല. Linguistic language diversity refers to multiple languages spoken within a society, including official language, regional dialects, and immigrant language. Dialects എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, അത് നിങ്ങൾ LAC പഠിക്കും. ഡയലക്ട്സ് ഭാഷ വകഭേദത്തിനാണ്. ഇപ്പൊ നമ്മുടെ കണ്ണൂരിൽ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്, കണ്ണൂരിൽ ഒരു വകഭേദം ഉണ്ടാവും, കാസർഗോഡ് വേറെ ഉണ്ടാവും, ഇതിനൊക്കെ ഡയലക്ട്സ്, മലയാളത്തിന്റെ ഡയലക്ട്സ് എന്ന് പറയും, ഇതിന്റെ വകഭേദങ്ങളാണ്.
ഒരുപാട് ഭാഷ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കുറെ പ്രാദേശിക വകഭേദങ്ങളുണ്ട്. ഇമിഗ്രന്റ് ലാംഗ്വേജസ് ഉണ്ട്. ഡൈവേഴ്സിറ്റി ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ്. ഒരിക്കലും അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇപ്പോഴത്തെ നമ്മുടെ പിന്നെ അമിത്ഷാ പറഞ്ഞിരുന്നു അല്ലെ, നമ്മുടെ ഇംഗ്ലീഷൊന്നും ആവശ്യമില്ലാത്ത ഇതിലേക്ക് പോകുന്ന പിന്നെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു വിവാദം തന്നെയാണ് ഈ ലാംഗ്വേജ് റിലേറ്റഡ്. ഹിന്ദിയെ ഉയർത്തിക്കാണിക്കുമ്പോഴത്തെ എവിടുന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക? കേരളത്തിനേക്കാൾ പ്രശ്നം തമിഴ്നാട് നിന്നൊക്കെ പ്രശ്നം ഉണ്ടാവും അല്ലെ. തമിഴ് അവര് ഭയങ്കര ലാംഗ്വേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നാടൊക്കെ കുറച്ച് നമ്മളേക്കാൾ. അപ്പോ ഈ നമ്മുടെ ഡൈവേഴ്സിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ പക്ഷെ കുറെ അനീതികളും ഉണ്ട് അല്ലേ. കുറെ ഈ നമുക്ക് ഈ ഡൈവേഴ്സിറ്റിയുടെ പ്രശ്നമായിട്ട് ഭാഗമായിട്ട് കുറെ അനീതികളുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയൊരു എനിക്ക് ഫീൽ ചെയ്ത ചെറിയൊരു അനീതി ഞാൻ പറയാം. നിങ്ങൾ നെറ്റ് എക്സാം എഴുതിയ PG കഴിഞ്ഞ ആൾക്കാർ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലെ. നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ? ഏതാ സബ്ജക്റ്റ്? കൊമേഴ്സ്. എന്തായാലും BEd ചെയ്യുമ്പോൾ നെറ്റ് PG ചെയ്തവരൊക്കെ നെറ്റ് ചെയ്യും എഴുതട്ടോ. പിന്നെ നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ എക്സാമ്പിൾ ജനറൽ പേപ്പർ ഏതൊക്കെ ലാംഗ്വേജിലുണ്ടാവും? ഇംഗ്ലീഷിലും ഹിന്ദി സ്പോക്കൺ ലാംഗ്വേജ്, ഹിന്ദി മാതൃഭാഷ അതൊക്കെ ആയിട്ടുള്ളവര് അവർക്ക് നെറ്റ് എക്സാമിൽ ഏറ്റവും പ്രശ്നം എന്താ? ക്വസ്റ്റ്യൻസ് കോംപ്രഹെൻഷൻ ചെയ്യാന്നുള്ളതാണ് അല്ലെ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ടൈമിന്റെ അകത്ത് പെട്ടെന്ന് വായിച്ച് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അത് ഹിന്ദി സ്പീക്കിംഗ് അല്ലെങ്കിൽ ഹിന്ദി മദർ ടങ് ആയിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലേ. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമാണ്. നമുക്ക് ഇത് വേണം. അതുകൊണ്ട് തന്നെ ഒരു മലയാളം മാത്രമല്ല, മലയാളം ഓപ്ഷനൊക്കെ എടുത്തവർക്ക് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത് കിട്ടാത്തവരുണ്ടെങ്കിൽ പലർക്കും ഈ ജനറൽ പേപ്പറായിട്ട് ഈ ലിറ്ററേച്ചർ നന്നായിട്ട് അറിയുന്നുണ്ടാവും മലയാള ലിറ്ററേച്ചർ. അപ്പോ അതൊരു ഒരു പ്രശ്നം തന്നെയല്ലേ അല്ലെ. ISC അടുത്ത കാലത്ത് മാറ്റിയല്ലേ, മലയാളം കൂടി മലയാളത്തിൽ എഴുതാനാണ്, എല്ലാ റീജിയണൽ ലാംഗ്വേജിലും എഴുതാനാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഈ ഡൈവേഴ്സിറ്റി കൊണ്ട് ഉള്ള പ്രശ്നം. India is highly diversified in terms of language, despite the language-based organization of states. India is solving to solve many language-based problems. നമ്മുടെ സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഈ ലാംഗ്വേജ് ബേസ് ചെയ്തോ. കേരളം എപ്പോഴായിരുന്നു കേരളം ജനിച്ചത്? നവംബർ 1. അതുമായി ബന്ധപ്പെട്ട ഒരു സമരമൊക്കെ ഉണ്ടല്ലോ അല്ലെ. ആദ്യം രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ് ഏതായിരുന്നു? റേഞ്ച് ബേസ് അല്ലെ, ഉത്തർപ്രദേശ് അല്ലെ. ആരാണ് സമരം ചെയ്തത്? സമരം നടന്നിരുന്നോ? കോറ്റി. ഉറക്കെ പറഞ്ഞു പരന്ന് പറഞ്ഞു. കോറ്റി ശ്രീ അങ്ങനെ ഒരു പേരില്ലേ, ശ്രീ വെച്ച് തുടങ്ങുന്ന ശ്രീരാമ. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് അതിന്റെ സമരമൊക്കെ നടന്നു. ആന്ധ്രയെ ബേസ് ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് ലാംഗ്വേജ് ബേസ് ഡിവൈഷൻ നടന്നത് അവിടെ തന്നെയല്ലേ. ഏതൊക്കെ മാറി? തെലങ്കാനയാണ്. അപ്പം കുറെ പ്രശ്നം സോൾവ് ചെയ്ത് അങ്ങനെയാണ്. അങ്ങനെ സ്റ്റേറ്റിനെ ഈ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി, അങ്ങനെയാണ് കുറെ സോൾവ് ചെയ്തത്. ഇപ്പോഴും കാസർഗോഡിന്റെ ബോർഡറിലൊക്കെ പ്രശ്നമുണ്ട് അല്ലെ. അവർക്ക് പിന്നെ തമിഴ് മീഡിയം അല്ല എന്താ കന്നഡ മീഡിയം സ്കൂളുകൾ കുറെ ഉണ്ട് അവിടെ. അവർക്ക് കാസർഗോഡ് ബോർഡറിൽ അവർക്ക് ഒന്നും കൂടി സൗകര്യം ശരിക്കും പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലേക്ക് അവരെ ചേർക്കലാണ്. തിരുവനന്തപുരത്ത് നിന്ന് അവരെപ്പോഴും പ്രശ്നം പറയുന്നതാണ്. അവർക്ക് കണ്ണൂരിനും പ്രശ്നമുണ്ട്, എന്നാലും അവർക്ക് കണ്ണൂരിൽ എന്തില്ല, ലാംഗ്വേജിന്റെ പ്രശ്നമില്ലല്ലോ. ലാംഗ്വേജ് പ്രശ്നം കൂടി ആ ബോർഡറിൽ വരുന്നു എന്നുള്ളത്. അക്കോർഡിംഗ് ടു AR ദേശായി, ഇന്ത്യ പ്രസന്റ് സ്പെക്ടക്കിൾ ഓഫ് മ്യൂസിയം ഓഫ് ടങ്സ്. ഇതൊരു എന്താണ് മ്യൂസിയം ഓഫ് ടങ്സ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഭാഷകളുടെ ഒരു മ്യൂസിയം ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഭാഷകളുടെ മ്യൂസിയം. ശരിക്കും ഇന്ത്യയിൽ ഒറ്റ ലാംഗ്വേജ് ആയിരുന്നെങ്കിൽ അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് തന്നെ ആകും അല്ലെ. ഒറ്റ ലാംഗ്വേജ് ആയിരുന്നെങ്കിൽ. ഡൈവേഴ്സിറ്റി. പോളിഗ്ലോട്ട് കൺട്രി എന്നാണ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. പോളിഗ്ലോട്ട് കൺട്രി.
a country of many languages. This is the famous linguist identified 179 languages and 544 dialects. അദ്ദേഹം കണ്ടെത്തിയതാണ് our main speech language the Aryan Dravidian Sino Tibetan ഇതൊക്കെ ഏതോ കാലത്തുള്ളതാണ് കേട്ടോ. പഴയ ചില ലാംഗ്വേജസ് ആണ്. നമ്മള് മലയാളമൊക്കെ ഡ്രവീഡിയൻസ് ആണ് അല്ലെ. മലയാളം, കന്നഡ, തമിഴ് അല്ലെ, ഇതൊക്കെ ഡ്രവീഡിയൻ പറയുന്ന സാധനം. അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ പ്രത്യേക സൈക്കോളജി പോലെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പിന്നെ സ്വന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളെ റേഷ്യൽ ഡൈവേഴ്സിറ്റിയാണ് അടുത്തത്. നമ്മളിവിടെ കാസ്റ്റ് ഡൈവേഴ്സിറ്റി പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുന്നത് റേഷ്യൽ ഡൈവേഴ്സിറ്റി വംശീയ വൈവിധ്യം. Racial bags such as black, white, Asian, indigenous and more. Racial group may have distinct culture, norms, stories and experience. നമ്മുടെ ഇവിടെയുള്ള കാസ്റ്റിനേക്കാൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആ പ്രശ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ വേറെ പല ഭാഗത്തുണ്ടായിരുന്നു ലോകത്ത്. ബ്ലാക്ക് ആൻഡ് ഇപ്പോഴും ഉണ്ട് അല്ലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള പ്രശ്നം. കുറെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ബ്ലാക്ക് അതിന്റെ പേരിൽ. സഹാൻ ലിങ്കൺ, കുറെ ആൾക്കാർ. ഇംഗ്ലീഷുകാരൊക്കെ കുറെ കവിതകളും കഥകളും നോവലൊക്കെ ഈ ബ്ലാക്ക് തീംസിൽ പഠിച്ചിട്ടുണ്ടാവും. ലിറ്ററേച്ചറുകാരൻ ടെലിഫോൺ കോൺവെർസേഷൻ ഒക്കെ എല്ലാരും പഠിച്ചത്. ലാസ്റ്റ് എന്താ പറയുന്നത്, റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി അല്ലേ, റൂം എടുക്കാൻ വേണ്ടി ഫോൺ ചെയ്തതാണ്. ഒരു റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തതാണ്. ഫോൺ ചെയ്തിട്ട് അല്ലേ, ഫോൺ ചെയ്തപ്പോൾ ചോദിക്കുകയാണ് ഈ ബ്ലാക്ക് കറുത്തതാണ്. പിന്നെ ചോദിക്കും ലൈറ്റ് ബ്ലാക്ക് ലൈറ്റ് ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പിന്നെന്താ ലാസ്റ്റ് ഒരു തിരിച്ചൊരു മറുപടി ഉണ്ട്. അന്ന് നോക്കിക്കോ എന്റെ ചില ഭാഗങ്ങളൊക്കെ വെളുത്തതാണ്, പിന്നെ നാട്ടിൽ ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് പറയുന്നത് അവസാനിപ്പിക്കുന്നത് ഭയങ്കര ഒരു സർക്കാസം അല്ല. പിന്നെ ബ്ലാക്ക് റാസിസം, നമ്മുടെ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ഈ സാധനം പറയാറ് ഇന്തോ ആര്യൻ, മംഗോളിയൻ, ദ്രവീഡിയൻ ഒക്കെയാണ്. ഇതിനെ എസ് ഗുഹയാണ് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കാര്യമായിട്ട് പഠനം നടത്തിയാണ്. നമ്മൾ പക്ഷെ ഇന്ത്യയിലും അത് കാസ്റ്റുമായി ഭയങ്കര റിലേറ്റഡ് ആണ് സംഭവം. നമ്മുടെ പാരിസം എന്ന് പറയുന്ന സാധനം